ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി പടയപ്പ അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണ് കക്ഷി ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. പ്രദേശത്ത് ഗതാഗത തടസ്സമുണ്ട്. ലോക്ഹാട്ട് എസ്റ്റേറ്റിന് സമീപമുള്ള ടോൾ ബൂത്തിലാണ് നിലവിൽ ആന ഉള്ളത്. വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയിൻ. പടയപ്പയെ കാട്ടിലേക്ക് തുരത്തിവിടാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചോ വനം വകുപ്പ്? മോത്തി ആരംഭിച്ചിട്ടുണ്ട്. RRT സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അതിനെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഈ റോഡിന് സമീപത്ത് തന്നെയാണെങ്കിൽ വീണ്ടും ഈ റൂട്ടിലേക്ക് ഇറങ്ങി വാഹനങ്ങൾക്കും നേരെയും മറ്റും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ജനവാസ മേഖലയിലേക്ക് എത്താത്ത തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ആനയെ മാറ്റുന്നതിനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ RRT സംഘം നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നേരമായി പടയപ്പ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ലോക്ഹാട്ട് എസ്റ്റേറ്റിന്റെ ഭാഗത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ വരുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുകയും വാഹനത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് പരതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പടയപ്പ കഴിഞ്ഞ കുറച്ച് നാളുകളായി മദപ്പാടിലായിരുന്നു. പക്ഷേ മദപ്പാടിന്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വലിയ ആക്രമണം, ആ പീക്ക് സമയത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള ആക്രമണം പിന്നീട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും, വാഹനത്തിന്റെ അകത്തു നിന്ന് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പരിശോധനയാണ് നടത്തുന്നത്. നേരത്തെ അത്തരത്തിലായിരുന്നില്ല. വാഹനങ്ങൾക്ക് നേരെ മദപ്പാടിന്റെ സമയത്ത് ആക്രമണം നടത്തുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. വനം വകുപ്പ് ആ ഘട്ടത്തിലും വ്യക്തമാക്കിയിരുന്നു, മദപ്പാട് കുറയുമ്പോൾ ശാന്ത രൂപത്തിലേക്ക് വീണ്ടും പടയപ്പ മടങ്ങിയെത്തും എന്നുള്ളത്. അത്തരത്തിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോഴും ജനവാസ മേഖലയിൽ ഇത്തരമൊരു കൊമ്പൻ നിൽക്കുന്നത് ആളുകളെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയിൽ നിന്ന് ആനയെ മാറ്റാനുള്ള ശ്രമം വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജെയിൻ, കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ KSRTC ബസ് നിർത്തിയിട്ടിരിക്കുന്നതും അതിനുള്ളിലേക്ക് തുമ്പിക്കൈ ഇടുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോഴും അതിനുള്ളിൽ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരും ഒക്കെ ഉണ്ടോ ബസ്സിൽ? ഡ്രൈവർ ആ സീറ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും, ആ ഫ്രണ്ട് ചില്ലിന്റെ സമീപത്തേക്കാണ് ആന എത്തുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവർ ഇല്ല, അദ്ദേഹം മാറിയിട്ടുണ്ട്. യാത്രക്കാർ വാഹനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവർ വാഹനത്തിൽ തന്നെ ഇരിക്കുന്നത് തന്നെയാണ് സുരക്ഷ എന്നുള്ളത്. ഫ്രണ്ടിലെ ഡ്രൈവർ മാറാൻ കാരണം ആന ഇന്റൻഷ്യലി ആക്രമിച്ചില്ലെങ്കിൽ പോലും ആനയുടെ ആ വലിയ കൊമ്പ് കൊണ്ട് ചില്ല് പൊട്ടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ ഭക്ഷണം തിരയുന്ന സ്വഭാവം പടയപ്പയ്ക്ക് നേരത്തെ ഉണ്ട്. മുൻപും സമാനമായ രീതിയിൽ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മുന്നിലെത്തുകയും വാഹനത്തിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, കഴിക്കാൻ കിട്ടുമോ എന്ന തരത്തിൽ പരതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ കൊമ്പ് കൊണ്ട് ചില്ല് പൊട്ടുന്ന ഇതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡ്രൈവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നുണ്ടായ സംഭവത്തിൽ ഈ അങ്ങനെ ചില്ലിന് ഏതെങ്കിലും തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഡ്രൈവറുടെ വലത് ഭാഗത്തുള്ള ഡോറിലൂടെ തുമ്പിക്കൈ അകത്തേക്കിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് പടയപ്പ തിരയുന്നുണ്ട്. ഇത് തന്നെയാണ് സാധാരണ നടക്കുന്നത്. പക്ഷേ മദപ്പാടിന്റെ സമയത്ത് കുറച്ചുകൂടി പ്രകോപിതനായിരുന്നു. പൂർണ്ണമായും മദപ്പാട് പാറി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു 3 മാസ കാലയളവ് വരെ ഇതിന്റെ ഒരു മദപ്പാടിന്റെ ഒരു ലക്ഷണങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. മീറ്റിംഗ് കൂടുതൽ നടന്നാൽ ആ മദപ്പാടിന്റെ ലക്ഷണം കൂടുതൽ നാളുകൾ നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ അക്രമ സ്വഭാവത്തിൽ കുറച്ചുകൂടി കുറവ് വരും എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്.